ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ലിങ്ക്ഡൻ പ്രൊഫൈൽ ഞാൻ എടുക്കില്ല. ലിങ്ക്ഡൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ അതിൻ്റെ ഒപ്റ്റിമൈസേഷനും ഒരു ലിങ്ക്ഡൻ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ എന്തിന് യൂസ് ചെയ്യുന്നു, ചാറ്റ് GPT, അതേപോലെ തന്നെ ജെമിനി എന്ന് പറഞ്ഞ AI സോഫ്റ്റ്വെയർസ് എന്തിന് യൂസ് ചെയ്യുന്നു, കസ്റ്റമൈസേഷൻ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എൻ്റെ പ്രൊഫൈൽ തന്നെ നോക്കാം. എൻ്റെ പ്രൊഫൈൽ അറിയണം 16K പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്. അത് പറഞ്ഞാൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്തത് അറൗണ്ട് വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫോളോവേഴ്സാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ അറിയുന്നത്. ഇതിലൊരു ഫോട്ടോ ഉണ്ടാവും, നമ്മൾ DP ഒക്കെ വയ്ക്കില്ല അതേപോലെ തന്നെ. പിന്നെ ഒരു ബാനർ ഉണ്ടാവും, ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്. ഫ്രെയിംസിൽ നമുക്ക് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പൺ വർക്ക്, അതേപോലെ തന്നെ ഒറിജിനലാണോ വേണ്ടത്, ഓപ്പൺ ടു വർക്ക്, ഹയറിങ്. നമ്മൾ ഹയർ ചെയ്യുന്ന അതോറിറ്റി ആണെങ്കിൽ നമുക്ക് ഹയറിങ് എന്ന് പറഞ്ഞത് എടുക്കാം. സോ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊന്നും വേണ്ട, നമുക്ക് പ്ലെയിൻ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ റിമൂവ് ഓപ്പൺ ടു വർക്ക് ഫ്രം പ്രൊഫൈൽ ആണെങ്കിൽ അത് ചെയ്യാം. ഷെയർ ഓപ്പൺ ടു വർക്ക് വിത്ത് റിക്രൂട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അത് നമ്മൾ റിക്രൂട്ടേഴ്സിന് ഷെയർ ചെയ്യാം. അത് ജസ്റ്റ് പോസ്റ്റ് പോലെ ചെയ്യാം. അങ്ങനെയൊക്കെ എഡിറ്റിംഗ് അറിയുമ്പോൾ നമുക്ക് വേറെ പ്രൊഫൈൽ പിക്ചറൊക്കെ ചെയ്യാം. പിന്നെ ബാനർ അറിയണത് നമുക്ക് ഇതിൻ്റെ എല്ലാം ബാനേഴ്സ് ക്യാൻവ ആപ്പ് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ, ക്യാൻവയിൽ ചെയ്യാം. പിന്നെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ നമ്മളെ ലൊക്കേഷൻ, അതേപോലെ തന്നെ എന്തൊക്കെ ജോബ് ടൈറ്റിൽസ്, ലൊക്കേഷൻ ടൈപ്പ്, അതേപോലെ തന്നെ നമുക്കൊരു ബേസിക്കായിട്ട് നമ്മൾ ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ എന്തൊക്കെ നമുക്കതിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളതിൽ കാണിക്കുന്നത്. സ്റ്റാർട്ട് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആവും, ഫുൾ ടൈം ആയിട്ടുള്ള ജോലിയാണ് നോക്കുന്നത്, ഏതൊക്കെ ലൊക്കേഷനാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ പ്രൊഫൈൽ വിസിബിലിറ്റി ആരൊക്കെ കാണണം, ലിങ്ക്ഡൻ മെമ്പേഴ്സ് കാണണോ, റിക്രൂട്ടേഴ്സ് ഓൺലി മാത്രം മതിയോ, അത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഞാൻ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്കത് ഷെയർ ചെയ്യാൻ പബ്ലിക് എടുത്താക്കണം. ഹൈ എവരി വൺ, ഐ എം ലുക്കിംഗ് ഫോർ എ ന്യൂ റോൾ ആൻഡ് വുഡ് അപ്രിസിയേറ്റ് യുവർ സപ്പോർട്ട്, താങ്ക് യു അഡ്വാൻസ് ഫോർ ദ കണക്ഷൻസ് ഒക്കെ അവർ ഓപ്പൺ ടു വർക്ക് ആണെന്നാണ് ഇത് ഡയറക്റ്റ് ഇത് പോസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ റിക്രൂട്ടേഴ്സ് ഫുള്ളും ഇത് നമുക്ക് കാണാനുള്ളൊരു വിസിബിലിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഹൂ ക്യാൻ സീ എന്നുള്ളടത്ത് എനിവണ്ണോ അല്ലെങ്കിൽ കണക്ഷൻസ് ഓൺലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. വ്യൂവർ പ്രിഫറൻസിലെടുത്താൽ ഞാൻ ഡിസ്കാർഡ് ചെയ്തു, നമുക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. സോ ഞാനത് ഡിസ്കാർഡ് ചെയ്തു. നമ്മൾ അവിടെ പേനയുടെ ചിഹ്നം കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ്, ബേസിക് ഇൻഫോർമേഷൻ എഡിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഗെറ്റ് AI കിട്ടും. കാരണം AI കിട്ടണമെങ്കിൽ നമ്മളതിൽ പ്രീമിയം മെമ്പർ ആവണം. പ്രീമിയം മെമ്പർ അല്ല ഞാനിപ്പോൾ. സോ നമുക്കത് അവൈലബിൾ അല്ല. സോ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ പ്രൊഫൈല്, വെബ്സൈറ്റ്, ഇമെയിൽ കയറി. വെബ്സൈറ്റ് എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് ആ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ വെബ്സൈറ്റാണ് എടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ URL എഡിറ്റ് ഇതിൽ കണ്ടില്ലേ, അതെടുത്താൽ പ്രൊഫൈൽ URL, അതാണ് URL. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് യുവർ കസ്റ്റം URL കണ്ടോ, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടാത്ത കുറേ വേർഡ്സ് അതിലുണ്ടാവും. അത് എന്തൊക്കെ ചെയ്ത് നമുക്ക് ഒരു CVയിൽ നമുക്കത് വെക്കണം എന്നുണ്ടെങ്കിൽ, ലിങ്ക്ഡൻ്റെ ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മളെ പേരാണോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് വെച്ചാൽ പബ്ലിക് പ്രൊഫൈൽ URL നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം, ഫോൺ ടൈപ്പ് കൊടുക്കാം. അതൊക്കെ നമുക്ക് കോൺടാക്റ്റ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അവിടെ തന്നെയാണ് പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL. ഈ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ, നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഇത്രയും ഫോണിൽ ഇത്രയും അഡ്വാൻസ്ഡ് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും എന്താ പറയുക വൈഡായിട്ട് കാണാൻ കഴിയുക. അത് ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല, എന്താ പറയുക, കുറച്ചുകൂടി നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ഇതിലാണ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് പോരുമ്പോൾ ഒരുപാട് ഇൻവിറ്റേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. സെൻഡ് വിത്തൗട്ട് നോട്ട് നമുക്ക് ഒരുപാട് പേരെ നമ്മൾ കണക്ഷൻസിലോട്ട് ക്ഷണിക്കുക. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന ആൾക്കാരുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് വേണമെങ്കിൽ അതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡാണ് ലിങ്ക്ഡൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അറിയണത് ഇത് ഹോം അത് എൻ്റെ പ്രൊഫൈലാണ് കേട്ടോ എനിക്കിത് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഓഫ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്.
ഒരു 7ൽ 6 അവർ തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ അനലറ്റിക്സ് അങ്ങനത്തൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എബോട്ട് എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു ബേസിക്കായിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഷോർട്ടായിട്ട് സക്സസ് ഫോമായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിൽ കൊടുക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമല്ല, ആ എക്സ്പീരിയൻസ് എന്തൊക്കെ അത് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കാം. ഇപ്പോൾ ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പ്രോജക്റ്റിൽ മെയിനായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലഡ് ബാരിയർ ഫോർ ബിൽഡിങ്ങിനാണെങ്കിൽ അതിൽ ഇതിലായിട്ട് സ്കിൽസിൻ്റെ സ്ഥാനത്തായിട്ട് എന്തൊക്കെ ഞാൻ ആ പ്രോജക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് മുതൽ എൻഡ് ചെയ്ത ഡേറ്റ് വരെ, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ വരും. അപ്പോൾ നമുക്ക് എല്ലാ ഇതും പ്രോപ്പറായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊജക്റ്റ് മാത്രമാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ കോഴ്സസ് ആണെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം, ഇപ്പോൾ അതേപോലെ തന്നെ വോളണ്ടിയർ ആണെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ എവിടേക്ക് വോളണ്ടിയറിങ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇതൊരു ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത് ഓൺലൈൻ റെസ്യൂമേ. അതേപോലെ തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ, ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പോൾ വില്യംസ് എന്ന ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീ ഈസ് മൈ ഫ്രണ്ട്. സോ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ വെൽ നോൺ അറിയണമെങ്കിൽ നമുക്ക് അവർ റെക്കമെൻഡ് ചെയ്യാം. സോ ദാറ്റ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ റെസ്യൂമിയാണ് ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇതിനെ എന്താ പറയുക, ഒരു റെസ്യൂം ആക്കിയിട്ട് നമുക്കതിനെ എന്താക്കാം, മാറ്റിയെടുക്കാം. പിന്നെ എൻഹാൻസ് പ്രൊഫൈൽ എടുക്കുമ്പോൾ നമുക്ക് പ്രീമിയം ലെവൽ, പിന്നെ മോർ എടുത്തിട്ട് സേവ് ടു PDF എന്ന് കൊടുത്താൽ നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള എവറി സിംഗിൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു PDF ഫോം, അത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ഒരു റെസ്യൂമി ഫോം നമുക്ക് കിട്ടും. അത് എന്നാൽ നമുക്കിപ്പോൾ വളരെ പെട്ടെന്നൊരു റെസ്യൂം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്യൂമി നമുക്കിപ്പോൾ ഒരു ടാബ്ലറ്റ് ഫോമിൽ, ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ നമുക്കതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആസ് പെർ ATS ഫോമുലയാണെങ്കിൽ ATS വേണം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ATS വേണം, കാരണം കീവേഡ്സ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ സിസ്റ്റം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നത്. സോ ദാറ്റ് അത് മനസ്സിലായില്ലേ, എങ്ങനെയാണ് അത് PDF ആക്കി കൺവെർട്ട് ചെയ്യാമെന്നൊക്കെ. ഇനിയിപ്പോൾ ബാനേഴ്സ് നമുക്ക് കിട്ടണം. ബാനർ ഉണ്ടാക്കണമെങ്കിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരാണ്. ജസ്റ്റ് ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ട് വളരെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ ഒരു അപ്ഗ്രേഡ് വേർഷൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. നല്ല അത് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അപ്ഗ്രേഡിൻ്റെ ആവശ്യമുള്ളൂ. ലിങ്ക്ഡ്ഇൻ ബാനർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ലിങ്ക്ഡ്ഇൻ ബാനേഴ്സ് തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് വരും. അത് നമ്മളെ എന്താ പറയുക, ഇപ്പോൾ നമുക്കൊരു ബ്രാൻഡിങ് ചെയ്യേണ്ട ആളാണെന്ന് നോക്കിക്കോ, ഒരു സെയിൽസ് ചെയ്യേണ്ട ആളാണെന്ന് നോക്കിക്കോ. അപ്പോൾ അയാളുടെ പേര്, എൻ്റെ പേര്, അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ക്വാളിഫിക്കേഷൻസ്, എൻ്റെ മെയിൽ ID, അതേപോലെ തന്നെ YouTube ID ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒരു ബ്രാൻഡിങ് ചെയ്യേണ്ട ആളാണെങ്കിൽ ഇതിൽ കുറച്ച് പ്രീമിയം വേർഷൻ എടുത്താൽ ബ്രാൻഡിങ്ങും പോസിബിളാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ബ്രാൻഡിങ്, സെയിൽസ്, നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനൊക്കെ ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ URL പറയുന്നത് നമുക്ക് ഇത് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ CVയിൽ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പേര് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ നെസസിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. URL എഡിറ്റ് ചെയ്യേണ്ട നെസസിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് പോകാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പറയുന്നത് മൈ നെറ്റ്വർക്കാണ്. പറയണത് ഇപ്പോൾ ഞാനൊരു എൻജിനീയറാണ്, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു എൻജിനീയറായ സ്ഥിതിക്ക് എനിക്ക് വേണ്ട കണക്ഷൻസ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ്, ടാലൻറ്റ് അക്വസിഷൻസ് എന്ന് പറയും, അതേപോലെ തന്നെ HR, പിന്നെ എന്താ വേണ്ടത് എൻ്റെ സെയിം ഫീൽഡിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ എൻ്റെ ലൊക്കാലിറ്റി, ഞാനിപ്പോൾ സൗദിയിലാണെങ്കിൽ എൻ്റെ സെയിം ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ, ആ ഒരു കണക്ഷൻസ് എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കണക്ട് ചെയ്യുക, ഫോളോ ചെയ്യുന്നതിലേറെ നല്ലത് കണക്ഷൻസ് കൊടുക്കുകയായിരിക്കും നല്ലത്. ആസ് പെർ ആസ് ഐ കൺസേൺ അതാണ് ഏറ്റവും കൂടുതൽ ബെറ്ററായി എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ജോബ് ഹണ്ടിങ്ങിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. ഇതിൽ വളരെയധികം എന്താ പറയുക ജോബ്സ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈസി അപ്ലൈ അതേപോലെ തന്നെ നമുക്ക് സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു പ്രൊഫൈലിൽ എനിക്ക് വേണ്ട ജോലി എന്താണോ
ആ ജോലി സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഫിൽറ്റർ ഇപ്പം ഇൻഡീഡിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫിൽറ്റർ ഉപയോഗിക്കേണ്ടി വരില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഡേറ്റ് പോസ്റ്റഡ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ലെവല്, കമ്പനി, റിമോട്ട്, ഈസി അപ്ലൈ. പിന്നെ ആ ഈസി അപ്ലൈ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈസി അപ്ലൈ എന്ന് കൊടുത്താൽ നമുക്ക് ലിങ്ക്ഡൻ വഴി ഡയറക്റ്റ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ലിങ്ക്ഡൻ പ്രൊഫൈൽ ഡയറക്റ്റ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ ഓൺലൈൻ റെസ്യൂമേ എന്ന് പറഞ്ഞില്ലേ ഞാൻ, അതേപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ പാർസൺ, അതേപോലെ തന്നെ ആഡ്നോക്ക് കമ്പനി, അങ്ങനത്തെ വലിയ കമ്പനീസിൽ അവർ അവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നമുക്ക് ചെയ്യണം. സോ പാർസൺസും അതേപോലെ തന്നെ ആഡ്നോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിലോട്ട് പോവുകയാണ് ചെയ്യുക. സോ ഞാൻ അടുത്ത മെസ്സേജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ്, അങ്ങനെ ഫേസ്ബുക്ക് ചാറ്റ്, അതൊന്നും നമുക്ക് പോസിബിൾ അല്ല കേട്ടോ. ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ടു ചാറ്റ് അങ്ങനെയുള്ളൂ. നോട്ടിഫിക്കേഷൻ അറിയണത് എന്താ വെച്ചാൽ സാധാ നോട്ടിഫിക്കേഷൻ തന്നെ, നമ്മൾ പോസ്റ്റ് എൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ പ്രൊഫൈൽ. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആൻഡ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ് ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഹൗ ടു ക്രിയേറ്റ് എ പ്രൊഫൈൽ, എങ്ങനെ നമുക്കൊരു ലിങ്ക്ഡൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ഫ്രം ദ ബിഗിൻ തൊട്ടിട്ട് ഉള്ളതാണ് കേട്ടോ പറയണത്. ഒന്നുമില്ല, എന്താ പറയുക, ഈ എബൌട്ട് എന്ന സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ആ എബൌട്ട് എന്ന സെക്ഷനിൽ മാത്രമേ കുറച്ച് നമുക്കൊരു ഇത് വരുള്ളൂ. കാരണം എബൌട്ട് പറയുന്നത് നമ്മളൊരു സക്സൻ ഫോം ഓഫ് എക്സ്പ്ലനേഷനാണ്. നമ്മളെക്കുറിച്ച് നമ്മളൊരു സമ്മറി കൊടുക്കില്ലേ, അതാണ് കേട്ടോ. സോ ദാറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, സാധാ പോസ്റ്റ് ചെയ്യണ പോലെ തന്നെ. ഞാൻ ഇതിന് തന്നെ ലിങ്ക്ഡൻ പ്രൊഫൈൽ, എൻ്റെ ലിങ്ക്ഡൻ പ്രൊഫൈലിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ് കേട്ടോ. അതിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്ത ശേഷം ഞാൻ വേറൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ സൈൻ ഔട്ട് ചെയ്ത ശേഷം നമുക്കിനി വേറൊരു പ്രൊഫൈൽ, നിങ്ങൾക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ ലിങ്ക്ഡൻ എടുക്കുക. വെൽക്കം ടു യുവർ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി, സൈൻ ഇൻ വിത്ത് ഇമെയിൽ, അല്ലെങ്കിൽ എൻ്റെത് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. നൗ ടു ലിങ്ക്ഡൻ ജോയിൻ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജോയിൻ നൗ കൊടുക്കുക. ജോയിൻ നൗ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇമെയിൽ ID, പാസ്വേഡ് അങ്ങനത്തെ കൊടുക്കാൻ വരും. പിന്നെ എഗ്രി ആൻഡ് ജോയിൻ അത് കൊടുക്കാൻ വേണ്ടി വരും. സോ ദാറ്റ് ഫസ്റ്റ് എന്താണോ കൊടുക്കേണ്ടത്, നെയിം എന്താണോ, സെക്കൻഡ് നെയിം എന്താണോ, ആ ഒരു നെയിമും കൊടുക്കുക. ഇത് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് മാറ്റാം. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഏതാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോബ് ഹണ്ട് ചെയ്യുന്നത് ഏത് ലൊക്കേഷനിലാണോ ആ ഒരു ലൊക്കേഷൻ കൊടുക്കുക. മോസ്റ്റ് റീസെൻറ്റ് ജോബ് എന്താണോ ചോദിച്ചാൽ ആ ജോലിൻ്റെ പേര് കൊടുക്കുക. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്താണോ ചോദിച്ചാൽ അതും കൊടുക്കുക. പിന്നെന്താണ്, ഇങ്ങനെ എല്ലാം ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. മോസ്റ്റ് റീസെൻറ്റ് കമ്പനി ഏതാണോ ആ ഒരു കമ്പനി കൊടുക്കുക. നല്ല ഫേമസ് കമ്പനി ആണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ കമ്പനീസ് വരും. സോ കണ്ടിന്യൂ കൊടുക്കുക. ഇത് സ്റ്റുഡൻസിനും ഉപയോഗിക്കാം കേട്ടോ. ഐ എം സ്റ്റുഡൻ്റ് ആണ് കൊടുക്കുക. പിന്നെ കൺഫർമേഷൻ മെയിൽ വരും. മെയിൽ ID കൺഫർമേഷൻ വന്നിട്ട് ആയിരിക്കും അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. മെയിൽ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ട് ആ ഒരു കോഡ് നമ്മൾക്ക് ഇവിടെ അടിച്ചെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിലുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്, എസ് ആണോ, അല്ലെങ്കിൽ അല്ല എന്ന് ആണെന്ന് കൊടുക്കുക. വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ആർ യു ലുക്കിംഗ് ഫോർ, എന്ത് ജോലിയാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് വെച്ചാൽ അത് കൊടുക്കാം. സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഓപ്ഷൻസ് നല്ലതായിട്ട് വരിക. സ്റ്റുഡൻറ്റ് അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല പർപ്പസും ആയിരിക്കും. സോ അത് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ ആസ് എ ഒരു ജോബ് ഹണ്ടർ എന്ന രീതിക്ക് ഉള്ളതാട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാനേത് ലൊക്കേഷനാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ആ ലൊക്കേഷൻ കൊടുക്കുക. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഫൈനലി ഷെയർ വിത്ത് യുവർ അക്കൗണ്ട്. നമ്മൾ പ്രൊഫൈൽ ഷെയർ ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ഷെയർ ചെയ്യേണ്ട കാരണം എൻ്റെ ഒരു ഡെമ്മിയാണ്. സോ ഞാൻ ഗെറ്റ് ദ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നെങ്കിൽ ഓക്കെ. ദെൻ നെക്സ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കണക്ഷൻസിന് റിക്വസ്റ്റ് കൊടുക്കാം. സോ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് കൊടുത്ത്. സോ ദാറ്റ് നമുക്ക് റിക്രൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക ബ്ലൂ ആയിട്ടുള്ള നമ്മൾ കണ്ടില്ലേ ഹയറിംഗ് എന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ടാലൻറ്റ് അക്വസിഷൻ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കുറേ പേരെ കിട്ടും. ടാലൻറ്റ് അക്വസിഷൻ പിന്നെ പറഞ്ഞാണ്ട് ഇന്ന സ്ഥലം ഇതാണ് കേട്ടോ എൻ്റെ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമുക്ക് നല്ലൊരു എഫോർട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ChatGPT ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജെമിനി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ChatGPT
കുറഞ്ഞേറെ ഞാൻ സജസ്റ്റ് ചെയ്യണത് ജെമിനിയാണ് കേട്ടോ. ബാനർ സജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക, ബാനർ കൊടുക്കുക, അതേപോലെ തന്നെ എഡിറ്റ് ഇൻഫോ കൊടുക്കാം, പിന്നെ DP സെറ്റാക്കാം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ ആ ഒരു പാനൽ ചിഹ്നമില്ല അവിടെ വെച്ചിട്ട് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സ്പീരിയൻസ് ലെവൽ എവറിത്തിങ് വി ക്യാൻ ആഡ് ഇറ്റ്. എല്ലാത്തും നമുക്ക് ഇതേപോലെ പ്ലസ് ചിഹ്നം കണ്ടിട്ട് അങ്ങനെ ചെയ്യാം. ആ ഒരു ചിഹ്നത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ പ്രൊജക്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കോഴ്സസ് ആഡ് ചെയ്യാം, എവറിത്തിങ്. പിന്നെ യുവർ പ്രൊഫൈലിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ഇൻഫോ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല QR കോഡ് കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസേഷൻ അതും പോസിബിളാണ്. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ഒരു പണിയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ കോൺടാക്റ്റിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരായിരിക്കും കുറച്ചും കൂടി നമുക്ക് പോസിബിലിറ്റി ടു ഗെറ്റ് ജോബ്. സോ ഇനി നമുക്ക് ഇതുവരെ എത്തി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ ജോബ് ഹണ്ടിങ്ങും നമുക്ക് സാധാരണ നേരത്തെ പറഞ്ഞില്ല അതേപോലെ തന്നെ ജോബ് ഹണ്ടിന് ഒരു കീവേഡ്സ് ഇതിലുള്ള കീവേഡ്സ് കണ്ടില്ലേ, ഡിസ്ക്രിപ്ഷൻസുള്ള കീവേഡ്സ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് നമ്മളെ CV ആ കീവേഡ്സ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് CV അയക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഫോർ ഗെറ്റിംഗ് ജോബ്. ഞാനിപ്പോൾ ChatGPT അല്ലെങ്കിൽ ബാഡ് എടുത്തിട്ടാണ്, ബാഡല്ല ജെമിനി, ബാഡിൻ്റെ ന്യൂ വേർഷനാണ് ജെമിനി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ അവർക്ക് നമുക്ക് റിപ്ലൈ തരും. ഇത് നമ്മൾ ബാഡിനും ജെമിനിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ ChatGPTനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ പ്രോംപ്റ്റ് എന്ത് കൊടുക്കണം എന്നൊക്കെ. സോ നമുക്ക് അത് പിന്നെ ഡിസ്കസ് ചെയ്യണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം അത് അടുത്ത ടോപ്പിക്കായിട്ട്. സോ നമുക്ക് ബോട്ട് നമുക്ക് സെറ്റാക്കാം. ബോട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം സെറ്റാക്കി ChatGPT ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ബെറ്ററാണ്. പക്ഷേ ChatGPTനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ആൻസേഴ്സ് കിട്ടുന്നത് എപ്പോഴും ജെമിനിയിലായിരിക്കും കേട്ടോ. ജെമിനി പറഞ്ഞത് ഗൂഗിളിൽ നിന്നാണ്, ഇറ്റ്സ് സ്പോൺസർഡ് ബൈ ഗൂഗിളാണ്. സോ ദാറ്റ് ഇറ്റ്സ് ബെറ്റർ ഫോർ സെർച്ചിങ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ChatGPTനെ കുറിച്ച് ഞാൻ മുന്നേ വളരെ നല്ലൊരു ക്ലാസ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ChatGPT കമ്പാരിസനായിട്ടും അല്ലാതെയും നടത്തിയിട്ടുണ്ടായിരുന്നു. ChatGPT AI ആയിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണ്. നമുക്ക് ChatGPT എന്താ പറയുക, വളരെ ഹെൽപ്ഫുള്ളാണ് എല്ലാത്തിനും. കോഡിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടെവർ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഒരു ആർട്ടിക്കിൾ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്റ്റ് പറയും, ആ ഒരു മെയിനായിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് അത് ഉണ്ടാക്കാൻ വെച്ചാൽ അതുണ്ടാക്കാൻ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫോം കിട്ടും. ജെമിനി അതേപോലെ തന്നെ കേട്ടോ. ജെമിനി അതിൻ്റെ മുന്നേ പേര് ബാഡ് എന്നായിരുന്നു, BARD, അത് മാറ്റിയിട്ട് ജെമിനി എന്നാക്കിയതാണ്. ഗൂഗിളിൽ നിന്നാണ്, ഫ്രം ഗൂഗിൾ. അതുകൊണ്ട് തന്നെ എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് പോലെ അല്ല കേട്ടോ, ഇത് നമുക്കൊരു വ്യക്തി, നമുക്കൊരു ഹ്യൂമൻ പറഞ്ഞു തരുന്നത് പോലെ. സോ ദാറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്.